ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ ജയലക്ഷ്മി പ്രിയ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുറിവെണ്ണയെ പറ്റിയാണ്. മുറിവെണ്ണയെക്കുറിച്ച് അറിഞ്ഞൂടാത്തവർ വളരെ ചുരുക്കമാണ്. എല്ലാവർക്കും മുറിവെണ്ണയെക്കുറിച്ച് അറിയാം അല്ലേ? അതായത് വീട്ടിലൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് മെഡിസിനായിട്ട് തന്നെ നമ്മൾ കരുതുന്ന ഒരു ആയുർവേദ മെഡിസിനാണ് മുറിവെണ്ണ എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും മുറിവെണ്ണ നമുക്ക് എണ്ണ രൂപത്തിലല്ല, ഓയിൽമെൻറ്റ് രൂപത്തിലും നമുക്ക് ലഭ്യമാണ്. അപ്പം എണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓയിൽമെൻ്റ് ആയിട്ട് നമുക്കിപ്പം ഈ മുറിവെണ്ണ ഓയിൽമെൻറ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. മുറിവെണ്ണയ്ക്ക് ശരിക്കും ഒരുപാട് യൂസസ് ആണുള്ളത്. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അറിയാം, മുറിവിന് ഉപയോഗിക്കുന്നതാണ് മെയിനായിട്ടും. അത് മുറിവിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ബ്ലീഡിങ് സ്റ്റേജിലല്ല, ആ ഒരു ഹീലിംഗ് സ്റ്റേജില്ലേ, ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ശരിക്കും മുറിവെണ്ണ അപ്ലൈ ചെയ്യുന്നത്. മുറിവെണ്ണയുടെ പ്രിപ്പറേഷൻസ് തന്നെ 10 തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് പറയുന്നത്. ശരിക്കും പണ്ട് വൈദ്യത്തിലുള്ള ഒരു മരുന്നിൻ്റെ കൂട്ടാണ് ഈ മുറിവെണ്ണ. അപ്പം പലരും പല ടൈപ്പിലുള്ള പ്രിപ്പറേഷൻസ് ആണ് പറയുന്നത്. എന്നാൽ തന്നെയും ഔഷധങ്ങളാൽ വളരെയധികം നമുക്ക് ഗുണം ഉണ്ടാകുന്ന ഒരു മെഡിസിൻ തന്നെയാണ് മുറിവെണ്ണ. മുറിവെണ്ണയ്ക്കകത്ത് മെയിനായിട്ട് ഉങ്ങിൻതൊലി ചേർക്കും. അതുപോലെ തന്നെ മുരിക്കിൻ്റെ ഇല, മുരിങ്ങയില, ശതാവരി, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ചേർത്തിട്ടാണ് നമ്മൾ മുറിവെണ്ണ ഉണ്ടാക്കുന്നത്. മുറിവെണ്ണയെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് വളരെയധികം പല അസുഖങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഇത്. അതായത് ഇപ്പം നമുക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ്, സന്ധിഗതവാദം, അങ്ങനെ പെയിൻസ്, ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്ക് നമുക്ക് മുറിവെണ്ണ അപ്ലൈ ചെയ്യാൻ കൊടുക്കാം. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ലംബാർ സ്പോണ്ടിലൈറ്റിസ്, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ എവിടെയെങ്കിലും തലയൊക്കെ തട്ടിയിട്ട് മുഴച്ചു വരുന്നതിന് മുമ്പ് പച്ചവെള്ളം കൊണ്ട് തിരുമിയതിന് ശേഷം നമുക്ക് മുറിവെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കോട്ടണിൽ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്പ് മുറിവെണ്ണ എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് അമർത്തി പിടിച്ചാൽ ആ ഒരു ബമ്പ്, ആ ഒരു ഫോർമേഷൻ അവിടെ നടക്കത്തില്ല. അപ്പം കുഞ്ഞുങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ ഫസ്റ്റ് എയ്ഡ് മെഡിസിനായിട്ട് അത്യാവശ്യമായിട്ട് നമ്മൾ കരുതേണ്ട ഒന്നാണ് മുറിവെണ്ണ എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ മുറിവെണ്ണ ഉപയോഗിക്കുന്നത് പൊള്ളലിൽ നമുക്ക് മുറിവെണ്ണ ഉപയോഗിക്കാം. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് പൊള്ളലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മുറിവെണ്ണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാതസംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള വേദനകൾക്കും സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകൾക്കും മുറിവെണ്ണ മറ്റ് എണ്ണകളോടുകൂടി മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടാവുന്നതാണ്. അതും വളരെയധികം എഫക്റ്റീവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്